ഇന്നത്തെ ദിവസം എനിക്ക് നല്ല പ്രിയപ്പെട്ട ദിവസമാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടതാണ് എഴുത്തും. ഓരോ കവിതകളും മറ്റ് സംഭവങ്ങളൊക്കെ എഴുതുമ്പോൾ കിട്ടുന്ന ആ ഒരു ആത്മസുഖം അതൊന്നും വേറെ തന്നെയാണ്. അത് ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാനൊരു പോയം അവിടെ റിസൈറ്റ് ചെയ്യാം. ഞാൻ ആദ്യം വിചാരിച്ചത് ഡാൻസിങ് ലെജൻഡ്സ് എന്ന് പറഞ്ഞ പോയം ചെയ്യാനായിരുന്നു. പക്ഷെ നമ്മുടെ പ്രസന്നകുമാർ സാർ ഇവിടെ അത് നന്നായി തന്നെ മലയാളത്തിൽ ചൊല്ലി. അപ്പൊ ഞാൻ ഓഡ് ടു ദ കുക്കു സോങ് ആ ഒരു കവിത റിസൈറ്റ് ചെയ്തു. Cuckoo song made me weep. That soothing voice pierced into my heart, made it wide open, but no drop of blood. Joy of the cuckoo, the vibe it passes to the nature, made me listen to its song carefully, which took me to ultimate enlightenment. The song made other birds silent. Even the breeze that came, evading the mist, didn't shake the bird. Now I realize the creative brilliance of God. My thick-haired, serious cat is also a fanboy. He looks at her with mouth wide open. But once the cuckoo song made me cry, as it took me to profound insights. Later, the bird left me in deep sorrow as it flew away. Nature again returned to its previous mode, yet all are craving for you, my dear divine soul. So, അതായിരുന്നു കവിത ഓഡ് ടു ദ കുക്കു സോങ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ ദിവസം എനിക്ക് വളരെ പ്രിയപ്പെട്ട ദിവസമാണ്. നിങ്ങളെല്ലാവരും കാണാൻ കഴിഞ്ഞതിലും പിന്നെ വേദിയിലിരിക്കുന്ന എല്ലാവരും എന്നെ പറ്റി നല്ല വാക്കുകൾ, ഞാൻ എഴുതിയ കവിതകൾക്ക് നല്ല അപ്രിസിയേഷൻ തന്നതിൽ അതിലേറെ ഒരുമിച്ച് ഹാപ്പി. ബോബി അച്ഛനൊക്കെ ഞാൻ പണ്ടേ ബോബി അച്ഛൻ്റെ ഒരു ധ്യാനത്തിന് പോയിട്ടുണ്ടായിരുന്നു. പണ്ട് കുറെ കാലം മുന്നേ കൊല്ലത്ത് വെച്ചിട്ടായിരുന്നു. അന്നാണ് ഞാൻ ബോബി അച്ഛനെ ആദ്യമായിട്ട് കാണുന്നത്. അന്നൊരു 5 ദിവസം ഞാൻ ഈ ബോബി അച്ഛൻ്റെ തന്നെ ടോക്കുകൾ മാറി മാറി കേട്ടുകൊണ്ടിരുന്നപ്പോ അതിന്റെ ഉള്ളിൽ ഒരു പുളകം കൊള്ളിക്കുന്ന അവസ്ഥയായിരുന്നു. അപ്പൊ ആ ബോബി അച്ഛൻ ഇന്നിപ്പോ ഇവിടെ എത്തിയിരിക്കുകയാണ്. അതെനിക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. പിന്നെ സജയ് സാറൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ എന്നെ മനസ്സിൽ തട്ടിക്കുന്ന സാധനങ്ങളാണ്. അതേപോലെ തന്നെ ശ്യാം സുധാകർ സാറിന് ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. സാറ് ഇതിനു മുന്നേ എൻ്റെ കവിതകൾ വായിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ അയച്ചു കൊടുത്തപ്പോൾ. അപ്പോൾ സാറ് ഒരു പ്രാവശ്യം എന്നെ മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്നാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ സാറ് പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഭയങ്കര സ്ട്രൈക്ക് ചെയ്ത സംഭവമാണ്. അതെനിക്ക് പിന്നെയും എഴുതാൻ വളരെ പ്രചോദനം നൽകിയ ഒരു സംഭവമാണ്. കാരണം സാറിനോട് പറഞ്ഞു, സാധാരണ കവിതകളിൽ വരുന്ന പോലെയുള്ള ജാർഗണൈസ് സാർ പറഞ്ഞിരുന്നു നേരത്തെ, അത് ഈ കവിതകളിലില്ല. പിന്നെ മൊത്തത്തിൽ ഈ കവിതകൾ ഹാപ്പി പോയംസ് ആണ്. ഒരു പോസിറ്റീവ് വൈബാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ സ്പിരിച്വൽ ഇന്നസെൻസ്, അതിനെപ്പറ്റി സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറിന്റെ ഈ ഒരു വിലയിരുത്തൽ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് തന്നെ അത് റിയലൈസ് ചെയ്യാൻ സാധിച്ചു. കാരണം എന്നെ കൊണ്ട് എഴുതാൻ പറ്റും. അങ്ങനെ അതിനുശേഷവും ഞാൻ ഈ ബുക്ക് ഇറങ്ങിയ ശേഷം ചെറുതായിട്ടൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എഴുത്ത് ഇനിയും കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഇവിടെ വന്ന ശബിത മാം, നികേഷ് സാർ, റോജി അച്ഛൻ, ജോൺ മണ്ണാർത്തറ അച്ഛൻ, ഇവരെല്ലാവരും എന്നെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്.
അപ്പോ ഈ ഒരു ദിവസം എന്തായാലും ഞാൻ ഒരിക്കലും മറക്കില്ല. അതെനിക്ക് വളരെ പ്രിയപ്പെട്ട ദിവസമാണ്. പിന്നെ മറ്റ് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാലോ സോക്രട്ടീസിന്റെ ഒരു സംഭവം ഞാൻ പറയാം. സോക്രട്ടീസ് ഒരു അതുല്യനായ മനുഷ്യനായിരുന്നു. അദ്ദേഹം യേശുവിനെ പോലെ എല്ലാവരും ഞെട്ടിച്ച ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ഈ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ, അദ്ദേഹം ഇപ്പോ ഓരോ കാര്യങ്ങൾ ഇപ്പൊ അയാൾക്ക് തുറന്നു പറയാനുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം തുറന്നു പറയും. അത് ആരുടെ മുൻപിൽ എങ്ങനെ പറയണോ അതൊന്നും അദ്ദേഹത്തിന് വിഷയമല്ല. എന്തും തുറന്നു പറയും, വെട്ടി തുറന്നു പറയും. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് ഗ്രീസിൽ അദ്ദേഹത്തിന് ജീവിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇങ്ങനെ എല്ലാം തുറന്നു പറയുന്ന ആളായതുകൊണ്ട് തന്നെ അവിടുത്തെ രാജാവ് അദ്ദേഹത്തിന് മുന്നിൽ 3 കാര്യങ്ങളാണ് മുന്നോട്ട് വെച്ചത്. ഒന്നെങ്കിൽ താങ്കൾ ഗ്രീസ് വിട്ട് വേറെ എങ്ങോട്ടെങ്കിലും പോവുക, അല്ലെങ്കിൽ ഇനിയുള്ള കാലം ഗ്രീസിൽ തന്നെ താമസിച്ചോളൂ, പക്ഷെ ഒരു അഭിപ്രായം ഉന്നയിക്കാൻ പാടില്ല. മൂന്നാമത്തെ കാര്യം, ഇതൊന്നും അല്ലെങ്കിൽ താങ്കൾക്ക് ഞാൻ വിഷം നൽകും, വിഷം കഴിച്ച് മരിക്കുക. അപ്പൊ ഇതിൽ സോക്രട്ടീസ് തിരഞ്ഞെടുത്തത് മൂന്നാമത്തെ കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് എന്തായാലും ഈ ഗ്രീസ് വിട്ട് പോകാനും പറ്റൂല, എനിക്ക് പറയേണ്ട അഭിപ്രായങ്ങൾ പറയാതിരിക്കാനും പറ്റില്ല. അദ്ദേഹം അങ്ങനെ പറഞ്ഞു, ഞാൻ വിഷം കഴിച്ച് മരിച്ചോളാം, അതാണ് എനിക്ക് താല്പര്യം. അങ്ങനെ രാജാവ് കൽപ്പിച്ചു, തൊട്ടടുത്ത ദിവസം സന്ധ്യക്ക് മുന്നേ വിഷം കൊടുക്കുക, സോക്രട്ടീസിനെ കൊല്ലുക. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഈ സോക്രട്ടീസിന് വിഷം പ്രിപ്പയർ ചെയ്യുന്ന ഒരാളുണ്ട്. ഇദ്ദേഹം സോക്രട്ടീസിന്റെ വളരെ വലിയൊരു ആരാധകനാണ്. അപ്പോൾ ഇദ്ദേഹം ഇത്രയും വലിയ ആരാധന ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സോക്രട്ടീസ് പെട്ടെന്ന് മരിക്കണ്ട എന്നുണ്ട്, കുറച്ച് സമയം എടുത്തോട്ടെ എന്ന് വെച്ചു. അപ്പോ അങ്ങനെയായി ഈ സോക്രട്ടീസ് തൊട്ടടുത്ത ദിവസം സന്ധ്യ മയങ്ങുന്ന ആ ഒരു സമയമായി. സോക്രട്ടീസ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കസേരയിൽ. എന്നാൽ ഈ പോയിസൺ പ്രിപ്പയർ ചെയ്യുന്ന ആള് പോയിസൺ പ്രിപ്പയർ ചെയ്യാൻ താമസിപ്പിക്കാൻ തുടങ്ങി. പതുക്കെ പതുക്കെ ഡിലേ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇത് ഡിലേ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും സോക്രട്ടീസ് ക്ഷുഭിതനായി. സോക്രട്ടീസ് അയാളോട് ചോദിക്കുകയാണ്, ഇതെന്താണിത്? സമയം പോയിക്കൊണ്ടിരിക്കുന്നു, സന്ധ്യ മയങ്ങിക്കൊണ്ടിരിക്കുന്നു, എവിടെ വിഷം? എവിടെ? ഇത് കേട്ടതോടെ ഈ പോയിസൺ പ്രിപ്പയർ ചെയ്യുന്ന ആള് ഞെട്ടിപ്പോയി. അദ്ദേഹം വിചാരിച്ചത് ഇത് സോക്രട്ടീസിന് ചെറിയൊരു ഇഷ്ടം കൊടുക്കുന്ന കാര്യമായിരിക്കും എന്നാണ്. എന്നാൽ സോക്രട്ടീസിന്റെ ഈ മറുപടി കേട്ടപ്പോഴത്തേക്കും അദ്ദേഹം മറ്റേ ആള് ഞെട്ടിപ്പോയി. അപ്പൊ സോക്രട്ടീസ് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട്. ഇപ്പൊ എന്റെ സമയമായി, അപ്പോ അതുകൊണ്ട് സന്ധ്യ മയങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് മരിക്കാനൊരു നല്ല സമയമല്ല സന്ധ്യ മയങ്ങിക്കഴിയുന്നു. സന്ധ്യ മയങ്ങുന്നതിന് മുന്നേ എനിക്ക് മരിക്കണം, അതാണ് എന്റെ സമയം. അതുവരെ തീരുമാനിച്ച ഒരു ആളാണ് സോക്രട്ടീസ്. അതേപോലെ ഇവിടെ ഇപ്പൊ എന്റെ ഈ കവിതകൾ എന്ന് പറയുന്ന സംഭവം, ഈ ബുക്ക് ലോഞ്ച്, മാറ്റർ ഓഫ് ടൈം, അതിപ്പോ ഇവിടെ ഒരു സാധ്യമായിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെ മുൻപിൽ വെച്ച് അത് സാധ്യമായിരിക്കുകയാണ്. ഇപ്പൊ സോക്രട്ടീസ് പറഞ്ഞ പോലെ എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട്. അങ്ങനെ ആ സമയത്ത് ഇത് സാധ്യമായി. അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന് പറഞ്ഞൊരു എഴുത്തുകാരനുണ്ട്. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ഈ ലോകത്ത് ഏറ്റവും കാഠിന്യമേറിയ 3 സംഭവങ്ങളാണുള്ളത്. ഒന്ന് സ്റ്റീൽ, 2 ഡയമണ്ട്സ്, 3 എന്ന് പറയുന്നത് നോയിങ് യുവർസെൽഫ്.
അതെ, നമ്മളെ തന്നെ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ലോകത്തെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം. ഞാൻ എഴുതിയ ഈ കവിതകളിലൂടെ ഞാൻ എന്നെ തന്നെ കണ്ടെത്താനാണ് ശ്രമിച്ചിട്ടുള്ളത്. അതിൽ ഞാൻ എത്രത്തോളം വിജയിച്ചു എന്ന് പറയേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്. ഇപ്പൊ ബുക്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ എല്ലാവരും പുസ്തകം വാങ്ങാം. അപ്പോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.